ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ഗ്രേപ്സ് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു സോസ്പാനിലേക്ക് ഞാനൊരു 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാ വെള്ളമാണേ. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ഇതൊന്ന് ഫ്ലെയിം ഓണാക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കിലോയോളം ഗ്രേപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരിയാണ് ഇതിന് ആവശ്യം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഗ്രേപ്സ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഗ്രേപ്സ് മൊത്തവും പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു നോർമൽ രീതിയിലുള്ള മധുരമാണ് ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഒരു 4-5 ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5 ഏലക്ക തൊണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് ആ മുന്തിരിയൊക്കെ നന്നായിട്ട് ആ തൊലിയിൽ നിന്ന് വിട്ട് വരും കേട്ടോ. അതുവരെ നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഗ്രേപ്സ് നന്നായിട്ട് തിളച്ച് ആ തൊലിയിൽ നിന്നൊക്കെ വിട്ട് വരുവേ. ഇപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ ഗ്രേപ്സ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തൊലിയിൽ നിന്നെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. കൂടുതൽ നേരം നമുക്കിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാവുന്നതാണ് കേട്ടോ, ഫ്ലെയിം ഓഫാക്കി. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തണുത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ഒരു വലിയ ജാർ തന്നെ എടുക്കുക. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ ഗ്രേപ്സ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഈ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു നാരങ്ങയുടെ ഒരു പിളർപ്പ് ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അപ്പോൾ അതാ നാരങ്ങയുടെ ജ്യൂസ് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. ഇനി അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ജ്യൂസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയ ഹോളുള്ള സ്റ്റീൽ അരിപ്പയിൽ കൂടി ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഒരു ചില്ല് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കണ്ണാപ്പയിൽ കൂടി നമ്മുടെ ജ്യൂസ് മൊത്തവും ഞാൻ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ജ്യൂസ് മൊത്തം അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലൊന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൻ്റെ വെളിയിൽ സൂക്ഷിക്കുകയോ ചെയ്യുക കേട്ടോ. ഞാൻ അരിച്ചെടുത്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുത്തതിന് ശേഷമാണ് ഞാൻ ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുത്തത്. അപ്പോൾ ഞാൻ ജ്യൂസ് മൊത്തവും ഞാൻ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നോമ്പ് മുറിക്കുന്ന സമയത്ത് നമുക്ക് ജ്യൂസ് വെളിയിലെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇത് പകർത്താവുന്നതാണ്. നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ, നമ്മുടെ ദാഹവും ശമനവും ഒക്കെ പമ്പ കിടക്കാൻ. അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ, നമ്മുടെ വയറൊക്കെ നിറഞ്ഞു കിട്ടാൻ. ക്ഷീണവും പമ്പ കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത നല്ലൊരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.